നമസ്കാരം. മുസ്ലിം സമുദായത്തെ ഭയന്നാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. എതിർത്താൽ കയ്യും കാലും വെട്ടും. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ളവർ BJPയെ കൂടുതലായി ആശ്രയിക്കുന്നു. ഇത് SNDP യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ അതേ ഈ പറയാനുള്ള കാരണമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ തുടർച്ചയായി വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം SNDP യോഗത്തെ വെള്ളാപ്പള്ളിയുടെ ഭാര്യയായ പ്രീതി നടേശനെയൊക്കെ കടന്നാക്രമിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ കനത്ത തിരിച്ചടിയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് മാഷ് ഒന്ന് വിലയിരുത്തുക? ഓക്കെ. ഇലക്ഷൻ കഴിഞ്ഞ അന്നോട്ട് എന്തുകൊണ്ടോ ഗോവിന്ദൻ മാഷ് വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ സ്ഥിരം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ SNDP ചുവപ്പ് കളറ് വേണ്ടാന്ന് വെച്ച് നമ്മുടെ കാവി കളറിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥിരം വിമർശിക്കുന്നുണ്ട്. മറ്റ് പല കാരണങ്ങളും ഉണ്ടാകാം പരാജയത്തിൻ്റെ, പക്ഷേ അതിനെപ്പറ്റിയൊന്നും ഗോവിന്ദൻ മാഷിന് അത്ര വലിയ ബോധറേഷൻ ഇല്ലെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് ഈ ഒരൊറ്റ പോയിൻ്റാണ് വരുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ BJPക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു, അവരുടെ താല്പര്യം അങ്ങോട്ടായിരുന്നു. അപ്പോൾ ഒരു കാവ്യവൽക്കരണത്തിനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷിൻ്റെ അഭിപ്രായം വെള്ളാപ്പള്ളി നടേശനെ പറ്റി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യം ഇങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഈയിടെ അദ്ദേഹം പത്രപ്രവർത്തകരോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ഷൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ വീഴ്ചകളെല്ലാം ഓരോന്നോരോന്നായിട്ട് അക്കമിട്ടെന്ന് പറഞ്ഞ പോലെ നിർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം, ഞങ്ങൾക്ക് ഈ ചുവപ്പ് കളറും ഇല്ല കാവി കളറും ഇല്ല, ഞങ്ങൾ SNDP ആണ്, അല്ലാതെ ഒരു പ്രത്യേക പാർട്ടിയുടെ ആൾക്കാരെന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു കാവ്യവൽക്കരണത്തിനെ പറ്റി പേടിക്കാൻ വേണ്ട. അതായത് കാവ്യ പുതപ്പിക്കാനോ ചുവപ്പ് അണിയാനോ ഒന്നും ഞങ്ങളില്ല. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പൊളിറ്റിക്കൽ വ്യൂസ് ഉണ്ടായിരിക്കും, അതിനപ്പുറം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം പറയണത്, ഗോവിന്ദ മാഷ് സ്ഥിരം പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ SNDP ഈ BJPക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസിനെ പോലെ സ്ഥിരം അവരെ റിക്രൂട്ട് ചെയ്ത് BJPയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് വെള്ളാപ്പള്ളി നടേശൻ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ യാതൊരു ഏർപ്പാടുമില്ല, ഞങ്ങൾക്ക് കാവിയില്ല, ഞങ്ങൾക്ക് ചുമപ്പില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഈ SNDP ഉണ്ട്, അതാണ് ഞങ്ങളുടെ പ്രശ്നം. അല്ലാതെ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റി ഒന്നും ഞങ്ങൾക്ക് അത്ര വലിയ ബോധറേഷനില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും എന്നെ ചീത്ത പറയുന്നുണ്ട്. ഏത് വെള്ളാപ്പള്ളി നടേശനോ ഗോവിന്ദൻ മാഷ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിപ്പുണ്ട്. ഇവർ കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുറ്റം പറയുന്നുണ്ട്, അത് കാരണമാണ് CPMന് ഇത്രയും വലിയ വീഴ്ച പറ്റിയെന്ന്. വെള്ളാപ്പള്ളി നടേശന് അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. അതായത് ഗോവിന്ദൻ മാഷിന് വെള്ളാപ്പള്ളി നടേശനോട് യാതൊരു വിരോധമില്ല. ആൾ വളരെ ലോഹ്യത്തിലാണ്, വളരെ ഇഷ്ടമാണ്, സ്നേഹമാണ്. പിന്നെ ഇതിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ളൊരു ആവശ്യമാണ്. ഒരു ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റ് തുന്നം പാടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ന്യായീകരണം പറയണം, അത്രേ അതിലുള്ളൂ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വതവേ ഒരു ലെഫ്റ്റിസ്റ്റാണ്, ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളാണ്, അല്ലാതെ ഈ പാർട്ടിയിലുള്ളവരെ ഇടതുപക്ഷക്കാരാക്കൽ എൻ്റെ ഡ്യൂട്ടിയല്ല, പക്ഷേ എനിക്ക് ഇടതുപക്ഷ ചിന്താഗതിയുള്ളൂ. പിന്നെ വേറെ എൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ SNDPയിൽ യൂണിറ്റി, ഐക്യം നിലനിൽക്കണം. അവർ ഓരോരുത്തരും ഓരോ പാർട്ടിയുടെയൊക്കെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കാനായിട്ട് ഈ SNDPയുടെ അകത്ത് നിന്നിട്ട് ശ്രമിക്കരുത്. SNDPയിൽ നിൽക്കുമ്പോൾ SNDPയുടെ കാര്യം പറയാം. പിന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് പൊളിറ്റിക്കൽ വ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കിക്കൊള്ളുക, അല്ലാതെ SNDPക്ക് സ്വന്തമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയില്ല. പിന്നെ അദ്ദേഹം വേറെയും ചില സംശയങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്ര ഭയങ്കരമായിട്ട് വിജയിച്ചു, മുസ്ലിം സമുദായം എന്തുകൊണ്ട് കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ കോൺഗ്രസ്സിന് ആണ് അവർ തൽക്കാലം കേന്ദ്രത്തിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നത്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിനെ കേന്ദ്രത്തിൽ വിട്ടിട്ട് കാര്യമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോഴും കോൺഗ്രസിന് അനുകൂലമായി. അതെ, കോൺഗ്രസ് വേഴ്സസ് BJP എന്നുള്ള രീതിയിലാണല്ലോ, അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവിടെ പോയിട്ടൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ കേരളത്തിൽ അവർക്ക് ബൈ ചാൻസ് ഒരു സീറ്റ് കിട്ടി, പക്ഷേ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ ആരുടെയെങ്കിലുമൊക്കെ കൂടെ ഈ കോയലീഷൻ ഇത് വരുമ്പോൾ കിട്ടുന്നതാണ്, അല്ലാതെ അവർക്ക് കിട്ടാനായിട്ടൊരു സാധ്യതയില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ CPM ഡസൻ കൗണ്ട്, ഒരു പ്രസക്തിയും അവർക്കില്ല. അതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ ഇലക്ഷനിൽ ഈ പ്രാവശ്യം മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും അവശതയായെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിനെ എഴുതി തള്ളാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്സഭയിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ച് ഇനി ലോക്കൽ ബോഡി ഇലക്ഷൻസ് വരുന്നുണ്ട്, അസംബ്ലി ഇലക്ഷൻസ് വരുന്നുണ്ട്, അതിലൊക്കെ വേറെ രീതിയിലായിരിക്കും ജനങ്ങൾ റിയാക്ട് ചെയ്യുക. അതുകൊണ്ട് ഈ ഒരു സംഭവം കൊണ്ട് അവരെ എഴുതി തള്ളേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, NDA സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ അത് LDFന് തന്നെ ഉപകാരപ്പെടും. കാരണം കോൺഗ്രസിൻ്റെ വോട്ടും BJPക്കാർ കൊണ്ടുപോകും. അതുകൊണ്ട് അതിൽ ഭയപ്പെടേണ്ട ആവശ്യം അവർക്കില്ല.
പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഴവർക്ക് അർഹമായ റെസ്പെക്റ്റ് കൊടുക്കണം. അവരൊക്കെ CPM-ൻ്റെ അടിസ്ഥാന വർഗ്ഗമാണ്. അവരെ തള്ളിക്കളഞ്ഞിട്ട് ന്യൂനപക്ഷങ്ങളെ പ്രീതിപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ ഈ അനുഭവം ഇനിയും ഉണ്ടാകും. അതാണ് സാറ് പ്രധാനമായിട്ടും ഈ വെള്ളാപ്പള്ളി, അതായത് ചോര കൊടുത്തും നീര് കൊടുത്തും പാർട്ടിയെ വളർത്തിയത് ഈഴവ സമുദായമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈഴവ സമുദായം എപ്പോഴും അടിസ്ഥാന വോട്ട് ബാങ്കായിട്ട് CPM കൈക്കൊണ്ടുവന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് CPM ന്യൂനപക്ഷ പ്രീണനം വളരെയധികം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഈഴവ ബെൽറ്റിലുള്ള ആൾക്കാർ സ്വയം ചിന്തിച്ചു തുടങ്ങി, തങ്ങളെ അവഗണിച്ചുകൊണ്ട് ഈ പറയുന്ന ന്യൂനപക്ഷ പ്രീണനം അമിതമായി നടത്തുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ പ്രീതി നടേശൻ ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു. ഇതാണ് പ്രധാനമായും ഈ CPM ഉന്നയിക്കുന്ന ആക്ഷേപം. അപ്പം അങ്ങനെ ഈ പറയുന്ന ഈഴവ സമൂഹത്തിലുള്ള ആളുകൾ മാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം CPM തന്നെയല്ലേ. അവരുടെ അനാവശ്യമായ അല്ലെ അമിതമായ ന്യൂനപക്ഷ പ്രീണനം അതൊരു പരിധി കഴിയുമ്പോൾ മുസ്ലിം സമുദായം തന്നെ വെറുക്കും. തങ്ങൾ എന്തിനെത്ര പ്രീണിപ്പിക്കുന്നത്? അതായത് അതെ, കറക്റ്റ്. അത് CPM-ന് ഒരു ചിന്ത ഇടയ്ക്ക് വന്ന് കയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിക്കേണ്ട ആവശ്യമില്ല, അവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അവരുടെ വോട്ട് നമുക്കാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ വോട്ട് പിടിക്കാൻ എന്താ മാർഗം എന്ന് ആലോചിച്ചാൽ മതി. ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ഞങ്ങൾക്കാണ് എന്നുള്ളൊരു ചിന്താഗതി CPM-നെ കീഴടക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ അനന്തരഫലങ്ങൾ കാണാനുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ഈഴവരുടെ കാര്യം മാത്രം പറയണത് എന്തിനാ, ഇപ്പോൾ തിയർ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, കണ്ണൂരൊക്കെ, അവിടെ ശൈലജ ടീച്ചർ, സുധാകരനൊക്കെ എന്താ സംഭവിച്ചെന്നുള്ളത് നോക്കുക. സുധാകരന് 1 ലക്ഷം വോട്ട് കിട്ടിയെന്ന് സുധാകരന് ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അദ്ദേഹം ഒരിക്കലും അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ശൈലജ ടീച്ചറിൻ്റെ പരാജയമാണെങ്കിലും അതിഗംഭീരമായിട്ടുള്ള പരാജയമായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യം ആഡ് ചെയ്യട്ടെ. ഇപ്പോൾ ഇപ്പം MV ഗോവിന്ദൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈഴവ വോട്ട് എല്ലായിടത്തും സ്പ്ലിറ്റ് ചെയ്തത് SNDP-യുടെ പരിപാടി കൊണ്ടാണെങ്കിൽ മലബാറിൽ ഈഴവർ തീയ സമുദായം എന്നറിയപ്പെടുന്നു. അപ്പോൾ തീയറുടെ വോട്ട് എന്തുകൊണ്ട് കിട്ടിയില്ല? KK ശൈലജ എന്ന് പറഞ്ഞാൽ തീയ സമുദായത്തിൽ വന്നൊരു സ്ഥാനാർത്ഥിയാണ്. അവിടെ മുസ്ലിം പ്രീണനം നന്നായി CPM നടത്തിയിട്ടും ഷാഫി പറമ്പലിന് വോട്ട് മുഴുവൻ പോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം കിട്ടിയില്ല. അപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ്, ഇവിടെ ഈ പറയുന്ന ഈഴവ സമുദായം SNDP പറഞ്ഞിട്ടാണ് വോട്ട് മാറ്റി ചെയ്തതെങ്കിൽ തീയർക്ക് കൂടുതൽ സ്വാധീനമുള്ള കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡൊക്കെ എന്ത് ചെയ്തു? അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് ഈ CPM-ൻ്റെ ഒരു നേതാക്കളും കൃത്യമായ ഒരു ആൻസർ പറയുന്നില്ല. അതെ, എപ്പോഴും ഈഴവ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, തീയ എന്നുള്ളൊരു വാക്ക് അവർ ഉപയോഗിക്കണില്ല. അപ്പം അതും വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ ഒരു ആത്മവിമർശനം എന്ന നിലയിൽ അക്കാര്യം CPM തുറന്നു പറയണ്ടല്ലേ? കാരണം അവിടുത്തെ ജനങ്ങളുടെ മുമ്പിലെങ്കിലും അവർക്ക് കാര്യങ്ങൾ വരണ്ടേ? അതുകൂടി തുറന്നു പറയേണ്ടതാണ്. പക്ഷേ അവർക്ക് സൗകര്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ പറയണുള്ളൂ. അതാണല്ലേ. പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈ ശബരിമല പ്രശ്നം, അവിടെ സ്ത്രീകളെ കയറ്റാൻ ഞങ്ങൾ അനുകൂലമല്ല. പക്ഷേ ശബരിമലയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് റോട്ടിലും മറ്റുള്ളിടത്തുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും അക്രമം ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ ശബരിമല പ്രശ്നത്തിൽ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ ഇങ്ങനെ കാവ്യയുടെ പേരും പറഞ്ഞ് ഞങ്ങളെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കേണ്ട. ഞങ്ങൾക്ക് അങ്ങനെ കാവ്യമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ നോക്കുന്ന ഒരു പ്രശ്നം സമുദായത്തിലോ സമൂഹത്തിലോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംസ്ഥാനത്തുണ്ടെങ്കിൽ, അതിൻ്റെ ഓരോ പ്രശ്നത്തിൻ്റെയും ഇൻഡിവിജ്വൽ മെറിറ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നത്. പിന്നെ അദ്ദേഹം വിമർശിച്ചിരിക്കുന്ന വേറൊരു പ്രശ്നം, ഈ പാലസ്തീൻ പ്രശ്നം വന്നു, അതിൽ മാർക്സിസ്റ്റ് പാർട്ടി വാസ് ടു മച്ച് ഇൻവോൾവ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് കൂടുതൽ പ്രീണനം നടത്തുന്നു എന്നുള്ളൊരു ചിന്താഗതി ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന സംഭവം. അപ്പോൾ അതിലും വെള്ളാപ്പള്ളി നടേശന് അഭിപ്രായ വ്യത്യാസമുണ്ട് CPM-നോട്. ഇവിടെ മറ്റുള്ളൊരു കാര്യത്തിലെടുക്കാത്ത അത്രയും ഇൻട്രസ്റ്റ് പാലസ്തീൻ കാര്യത്തിൽ എന്തിനെടുത്തു എന്നുള്ളൊരു ചിന്ത. ശരിക്കും ഈ പാലസ്തീൻ ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇല്ലാത്ത അത്രയും വലിയൊരു വിഷമമാണ് ഈ പാലസ്തീനോട് അനുകൂല നിലപാട് സ്വീകരിച്ച് CPM കാണിക്കുന്നത്, അല്ലേ? ഞങ്ങളുണ്ട്. അപ്പോൾ അവർ സത്യത്തിൽ ചെയ്യുന്നത് ഇവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്കിനെ ഒപ്പം നിർത്താൻ വേണ്ടി ഞങ്ങൾ മുസ്ലിം സമുദായത്തിനൊപ്പം ഉണ്ട്, ഞങ്ങൾ ഇസ്രായേലിനെതിരാണ് എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനല്ലേ ശ്രമിക്കുന്നത്. അത് മുസ്ലിംസിന് പോലും അത് മനസ്സിലാകാൻ അരോചകമായി മാറുന്നു. അതെ, അത്രയും അങ്ങോട്ട് കയറി പ്രവർത്തിച്ചു കഴിയുമ്പോൾ, അല്ല സപ്പോർട്ട് ചെയ്തോട്ടെ പാലസ്തീൻകാർക്ക്, നമുക്ക് സിമ്പതിയൊക്കെ ഉണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ അതൊരു വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് മാത്രമുള്ള ലൈനിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി കൊണ്ടുവരുന്നതായിട്ട് എല്ലാവർക്കും അത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം പിന്നീട് അത്രയും ആവേശപൂർവ്വം നടത്തിയില്ല. പിന്നെ അവിടെ മീറ്റിംഗ് നടന്നു കഴിഞ്ഞപ്പോൾ ശശി തരൂർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെയൊക്കെ വന്നിട്ടുണ്ട്. ആരോ പറഞ്ഞു ശശി തരൂർ മീറ്റിങ്ങിൻ്റെ ശോഭ കെടുത്തി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ഒരു പ്രശ്നം. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യൻ സമുദായത്തിന് ഇപ്പോൾ BJP-യോട് പഴയ വിരോധമില്ല, അവരാണ് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് എന്ന് ചിന്തിക്കുന്നതായിട്ടാണ്
വെള്ളാപ്പള്ളി നടേശൻ കണ്ടെത്തിയിരിക്കുന്നത്. അല്ല, അതിൻ്റെ കാരണം മറ്റൊന്നാണ്, ഈ മുസ്ലിം പ്രീണനം അമിതമായപ്പോൾ, കാരണം മുസ്ലിങ്ങളെ പേടിക്കാതെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആളുകളുടെ കൈവെട്ടി അങ്ങനെയുള്ള സംഭവം ഉണ്ടായി. അപ്പം ഞങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് BJP ആണ്. BJP ഞങ്ങൾ അങ്ങനെ അന്ധമായി എതിർക്കേണ്ടതില്ല എന്ന് ഈ ക്രൈസ്തവ സമൂഹം സ്വാധീനിക്കപ്പെട്ടു. അല്ലെ, ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണത്തിലൊന്നും അത് തന്നെയല്ലേ, ക്രൈസ്തവ വോട്ടുകൾ നന്നായി തന്നെ ആ ഭാഗത്ത് ക്രൈസ്തവ വോട്ടുകളും നന്നായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന മാഷ്, അതായത് ഗോവിന്ദൻ മാഷ് ക്രിസ്ത്യൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല എന്നോ, എന്ത് മാറ്റം വന്നിട്ടുണ്ട് അത് അദ്ദേഹം അത്ര ടച്ച് ചെയ്യണില്ല. അദ്ദേഹം ഇങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം മാത്രമേ ഒരിടത്തേക്ക് മാത്രമാണ് ആക്രമണം അല്ലേ. അപ്പം അത് ഇത് മാത്രമല്ല, ഇനി വേറൊരു കാര്യം, ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ യുവതലമുറ ഉണ്ടല്ലോ, അവർ കാര്യങ്ങൾ നന്നായി പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ചുവപ്പ് അണിഞ്ഞു അല്ലെങ്കിൽ കാവ്യ അണിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ മാറുന്നില്ല. അവർ എന്താണോ രാഷ്ട്രീയം, നിലവിലുള്ള സ്ഥിതി എന്താ, അത് മനസ്സിലാക്കി കൃത്യമായി കാര്യങ്ങളെ അവലോകനം ചെയ്യുന്നു. അപ്പം പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അവരെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട. മാത്രമല്ല, അവർ ഈ IT മേഖലയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ സജീവമായി ഇടപെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ സ്വാധീനിക്കാൻ BJP സർക്കാരിന് കഴിയുന്നു. അത് SNDPയുടെ പ്രശ്നമല്ല, അല്ല SNDP ചെയ്യുന്നതല്ല എന്നൊക്കെ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഇങ്ങനെ അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ഗോവിന്ദൻ മാഷിന് യാതൊരു വിരോധമില്ല. പിന്നെ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പറയുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പം സ്വാഭാവികമായിട്ടും ഈ SNDPയെ തുടർച്ചയായി ആക്രമിച്ചാൽ, നിലവിൽ ഈ SNDP എന്ന് പറയുന്നത് പല രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളാണ് ഉൾപ്പെടുന്നത്. അതായത് കോൺഗ്രസ്സുകാരനുണ്ടാവും, BJPക്കാരനുണ്ടാവും, CPMകാരനുണ്ടാവും, CPIക്കാരുണ്ടാവും. പക്ഷേ ഇവരൊന്നും തന്നെ SNDP യോഗം പറയുന്ന നിർദ്ദേശത്തിനനുസരിച്ച് കൃത്യമായ നിലപാട് സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. അത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. പക്ഷേ ഇവിടെ എന്താ MV ഗോവിന്ദൻ മാഷ് വീണ്ടും പറയുന്നത്, അടിസ്ഥാന വർഗമായ ഈ CPMൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവ സമുദായം മൊത്തം മാറി, അതുകൊണ്ട് ഞങ്ങൾ തകർന്നു പോകുന്നു, അതുകൊണ്ട് വെള്ളാപ്പള്ളി ആക്രമിക്കും. ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതത്ര നല്ലൊരു കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. അത് ഈ വെളുക്കാൻ തെച്ചത് പാണ്ടായെന്ന് പറയുന്ന പോലെ ആവും. ഇതിങ്ങനെ പറഞ്ഞ് അവരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ CPM നേതൃത്വം ഒന്നാകെ കണ്ണടയ്ക്കുക. അത് പിണറായി വിജയൻ ആയിക്കോട്ടെ, MV ഗോവിന്ദൻ ആയിക്കോട്ടെ, ജയരാജൻ ആയിക്കോട്ടെ, ഇവരെല്ലാം കണ്ണടയ്ക്കുന്നു. എന്നാൽ നേരെ ഉത്തരപ്രദേശത്തേക്ക് വരുമ്പോൾ എന്താണ്, ഉത്തര കേരളത്തിൽ ഇത് മുഴുവൻ BJPയുടെ വശത്തേക്ക് SNDP യോഗം കൊണ്ടുപോകുന്നു. അപ്പം SNDP യോഗമാണ് ഈഴവരെ മുഴുവൻ BJP പാളയത്തിൽ എത്തിക്കുന്നു. അങ്ങനെ ഒരു നെറേറ്റീവ് വരുമ്പോൾ നിലവിൽ ഈ CPMനെ വിശ്വസിക്കുന്ന ആളുകളുടെ വോട്ട് കൂടെ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഇനി മാത്രമല്ല, ഇനി വരാനുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ഒരു ബൂത്തിലേക്ക് 1000 പേരൊക്കെ ഉണ്ടാവുള്ളൂ ഒരു വാർഡിൽ. അപ്പോൾ ആളുകൾ പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്. അവിടെ കൃത്യമായിട്ട് ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ BJP വേണോ അല്ലെ CPM കൃത്യമായി സ്ഥാനാർത്ഥികളെ കണ്ടെത്തുമായിരുന്നു. അതിലൊക്കെ ഇനി മാറ്റങ്ങളുണ്ടാവും. BJP വഴിതിരിഞ്ഞ് പോകാൻ സാധ്യതയില്ലേ? അതുകൊണ്ട് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഈ CPMൻ്റെ തുടർച്ചയായ SNDP ആക്രമണത്തിനെതിരെ ഇനി യോഗം ജനറൽ സെക്രട്ടറി അടക്കം ശക്തമായ പ്രതിഷേധവുമായിട്ട് അല്ലെങ്കിൽ കൃത്യമായ മറുപടിയുമായിട്ട് മുന്നോട്ട് വരും. അതിനെയൊക്കെ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. അതെ, അതാണ് എൻ്റെ യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.